ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ താക്ക കാസിൽ അവിടേക്കാണ് യാത്ര. നമ്മൾ പോകുന്നത് ഇത് അതിൻ്റെ ഫ്രണ്ടേജിലുള്ള ഒരു ചെറിയൊരു നല്ലൊരു ഒറിജിനാലിറ്റി തോന്നുന്നൊരു ഇതൊക്കെയാണ് അതിൻ്റെ വിസിറ്റിംഗ് ഫീസായിട്ട് കാണുന്ന ടൈമിംഗ് ഒക്കെ ഞാനവിടെ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്തുള്ള നല്ല നല്ല സീനറികളാണ് കണ്ടോ. നമ്മുടെ നാട്ടിലെ ഉരകല്ല്, അരി പൊടിക്കുന്നത്, ഇതൊക്കെ ഇത് നമ്മുടെ തനതായ ഇന്ത്യൻ സംസ്കാരവും ഒമാനി സംസ്കാരം കൂടി ചേർന്നുള്ളൊരു മിക്സാണ് നമുക്ക് തോന്നുന്ന രീതിയിൽ. നോക്കിയാൽ നല്ല ഫുഡ് സ്റ്റോറേജിനൊക്കെ വെക്കുന്ന പാത്രങ്ങൾ, പഴയ അരകല്ല്, അമ്മിക്കല്ല്, നമ്മുടെ അമ്മിക്കല്ല് എല്ലാം. കിച്ചണാണ് ഈ കാണുന്ന കിച്ചൺ. എന്താ നല്ല വിരുന്നാണ് അവിടെ അകത്തിരിക്കുന്നത്. നല്ല 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 രസമായിട്ട്. ഇതാണ് അവരുടെ ബെഡ്റൂമായിട്ട് കാണിക്കുന്നത്. ബെഡ്റൂം അതിൻ്റെ ഒരു പിക്ചറൈസേഷനാണ് ഇത്. ഇതാണ് നമ്മളെ കുന്തിരിക്കത്തിൻ്റെ മരം കണ്ടോ. കുന്തിരിക്കൊന്നും ഇല്ല, നല്ല പാം ട്രീ ഒക്കെ നല്ല സെൻറ്ററിൽ വെച്ചിട്ട് നമ്മൾ ഇതേ ഒരു എൻജിനീയറിംഗ് ആണെന്ന് തോന്നുന്നു. ഇപ്പോഴുള്ള പുതിയ ന്യൂ മോഡൽ ഹൗസിനൊക്കെ വെക്കുന്ന വീടിൻ്റെ അകത്ത് മരം വെക്കുന്ന രീതിയൊക്കെ അവരിപ്പോൾ കാണിക്കുന്നത്. ഇതും അതുപോലെ തന്നെ വീടിൻ്റെ അകത്ത് മരങ്ങളൊക്കെ വെച്ചിട്ട് നല്ല നല്ല ഹൈ ക്ലാസ് എൻജിനീയറിംഗ് ആണെന്ന് തോന്നുന്നു. ഇത്ര വർഷമായിട്ടും അതിൻ്റെ ആ പ്ലാസ്റ്ററിങ്, മണ്ണോടുള്ള പ്ലാസ്റ്ററിങ് ഒക്കെ ശക്തമായിട്ട് നിൽക്കുന്നത്. ഇതെൻ്റെ പുറത്തെ ഒരു വ്യൂ ആണ്. വീണ്ടും നമ്മുടെ അവർ പണ്ട് ഒമാനികൾ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, അല്ല ചൈനീസ് പാത്രങ്ങൾ. ഇത് നമ്മൾ എൻ്റെ ഡാഡിയമ്മയുടെ പെട്ടി പോലെ എനിക്ക് തോന്നി, അതുകൊണ്ടാണ് അത് ആ ഫോട്ടോ എടുത്ത് വെച്ചത്. ഇത് നമ്മളെ പഴയ ഒമാനി ഉള്ള ഫോട്ടോസ്, അവരുടെ കൾച്ചർ, അവരുടെ സംസ്കാരം എടുത്തു വരുന്ന ഒരു വസ്ത്രരീതികൾ, നല്ല പിക്ചറൈസേഷൻ, നല്ല സ്റ്റാച്ചു ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് വെച്ചിട്ട് നല്ല രസമുണ്ട്. ഇതാണ് പ്രിസണായിട്ട് കാണിക്കുന്നത്. അത് വാലി ഓഫീസിനകത്തുള്ളൊരു പ്രിസണാണ്. നമുക്ക് കുറ്റവാളികളെ തൂക്കുന്ന, നല്ല ഹാങ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അങ്ങനെയുള്ളൊരു ഹൂക്കട വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് തന്നെ ഒരു നല്ലൊരു അടുത്തൊരു കോട്ട പോലെ, പക്ഷെ അതൊരു കോഫി ഷോപ്പായിട്ടാണ്. നല്ല സ്റ്റെപ്പ് കയറി പോകണം. നമുക്ക് വാഹനങ്ങളും വരാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ പുറകിലായിട്ട്. നല്ല രീതിയിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് അന്ന് കയറാൻ സാധിച്ചില്ല. ആ സമയത്ത് അതിൻ്റെ നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ടാണ് പോയത്. ആ സമയത്താണ് ഞാൻ റോഡ് ശ്രദ്ധിക്കപ്പെട്ടത്. ആ റോഡിലൂടെ ഏകദേശം രാവിലെ കൊണ്ട് തന്നെ രണ്ടുപേര് ബൈക്കിൽ ഇങ്ങനെ വരുന്നതായിട്ട് ഞാൻ കണ്ടു. അത് അവിടുത്തെ ജോലിക്കാരാണെന്ന് തോന്നുന്നു. എന്തായാലും ബസ് സ്റ്റോപ്പൊക്കെ കണ്ട് ഞാനാകെ അതിശയിച്ചു പോയി. തൊട്ടടുത്ത് തന്നെ ഇതുപോലെ ചെറിയ സ്ഥലത്ത് ബസ് സ്റ്റോപ്പൊക്കെ കൊടുത്ത്. ഇതെൻ്റെ ഉള്ള റെസ്റ്റോറൻ്റാണ്. അവിടെ ഒരു